ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു പോസിറ്റിവിറ്റി ആയാലോ? എന്നാൽ നമുക്ക് അമ്പലത്തിലൊന്ന് പോവാലേ. ഞാനും ഏട്ടനും അമ്മയും കൂടെ ഇന്നൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫറോക്കുള്ള നല്ലൊരു അമ്പലത്തിലേക്കാണ്. അമ്പലം എത്താനായപ്പം തന്നെ വാവ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത ടൈമിലൊക്കെ അവൻ എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചിട്ടും വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസിപ്റ്റ് കൗണ്ടറിൽ പോയിട്ട് ഒന്ന് രണ്ട് വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ റെസിപ്റ്റൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ അമ്പലത്തിലോട്ട് പോയിട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അല്ലെങ്കിലും നമുക്ക് അമ്പലത്തിലോട്ടൊക്കെ വരുമ്പം ഒരു പ്രത്യേക ഫീൽ തന്നെ കിട്ടാറുണ്ട് അല്ലേ, ഒരു പോസിറ്റിവിറ്റി. അങ്ങനെ രണ്ടാമത്തെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി ഞാനും വാവിയോ ഇറങ്ങിട്ടോ. അതിനുശേഷം ഞങ്ങൾ ചറപറ ഫോട്ടോഷൂട്ടുകളായിരുന്നേ. അതായത് വാവനെ എത്ര വട്ടം ഞങ്ങളെ നെഞ്ചിടിച്ചേന്ന് അറിയില്ല കേട്ടോ. ഒരു നല്ല ഫോട്ടോ കിട്ടാനായിട്ട് അവൻ ഒറ്റയ്ക്ക് വന്ന് കാറിൻ്റെ ബോണറ്റിൽ ഇരുത്തിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല പെരുമഴ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. കാറിലായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, കാറിനാണ് കിട്ടിയത്. പിന്നെ ഏട്ടൻ എപ്പോഴൊന്നും വാവനെ വെച്ച് ഓടിക്കാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ അവന് ഭയങ്കര വാശിയാണ് ഏട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഇരിക്കണമെന്ന്. ആ ടൈമിലൊന്നും ഇരുത്താറുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല കേട്ടോ. പുറത്തുനിന്ന് കഴിക്കാന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയതും. അങ്ങനെ ഞങ്ങൾ വന്നത് രാംനാട്ടിലുള്ള ഒരു ബ്രാഹ്മിൺസ് ഹോട്ടലിലോട്ടാട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ ഹോട്ടലില്ലാന്ന് ഞങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത്. അത് എന്തോ ക്ലോസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ അങ്ങനത്തെ ഒരു ഹോട്ടലേ ഇല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ ഒരു പ്യോർ വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടേ. അങ്ങനെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അധികം റഷൊന്നും ഇല്ലും തന്നെ ഇല്ല, ആകെ ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സും ഉള്ളായിരുന്നേ. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ വാവനെ ഫസ്റ്റ് ഫീഡ് ചെയ്തു കേട്ടോ. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബനാനൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവനുള്ളത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനും മമ്മിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ ഇഡ്ഡലിയും. ഈ 2 ഇഡ്ഡലിയും വടി നിന്നിട്ട് എനിക്ക് ഒന്നും ആവാത്തത് കൊണ്ട് എന്നെ ഏട്ടനെന്നെ കളിയാക്കുക കേട്ടോ. എനിക്ക് നെയ്റോസ്റ്റും കൂടി ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. അമ്മ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയതുകൊണ്ട് ഉണ്ടായിരുന്നേ. വാവ അവിടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോരുന്ന വഴിക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൈ.